അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തർബിയയുടെ റമളാൻ ടോക്കിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ റമളാൻ ടോക്കിൽ നാം സംസാരിക്കുന്നത് ദിക്ർ ദുആകളെ കുറിച്ചാണ്. റമളാനിൽ ഒരുപാട് ദിക്റുകൾ, ദുആകൾ, നിയ്യത്തുകൾ ഉണ്ട്. അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടാൻ സാധിക്കും. അല്ലാഹു ആ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നാം എല്ലാവരും അത്താഴം കഴിക്കുന്നവരാണ്. അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്തും പ്രത്യേകം നോമ്പിന് ഊർജ്ജസ്വലത നൽകുന്നതും അത് വലിയ ബറക്കത്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത്താഴത്തിൻ്റെ സമയത്ത് ആ അത്താഴം കഴിക്കുന്നതിൻ്റെ സുന്നത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അത്താഴത്തിൻ്റെ നെയ്യത്ത്, നോമ്പിന് വേണ്ടിയുള്ള അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന നെയ്യത്ത് നാം മനസ്സിൽ കരുതണം. അപ്പോഴാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അത് ശ്രദ്ധയോടുകൂടി നാം നിർവഹിക്കാൻ ശ്രമിക്കണം. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ 7 പ്രാവശ്യം പറയൽ പ്രത്യേകം സുന്നത്തുള്ളൊരു ദിക്റുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന് പറയുന്ന ദിക്ർ അത് നാം 7 പ്രാവശ്യം ചൊല്ലണം. ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ റമളാനിൽ നമുക്ക് ലഭിക്കാൻ അത് കാരണമാണ്. ആരും ആ ദിക്ർ മറക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കൂട്ടത്തിൽ നോമ്പ് അത്താഴം കഴിക്കുന്നവർ ഒരു 3 കാരക്ക കൊണ്ട് 3 ഈത്തപ്പഴം ആ സമയത്ത് അത്താഴത്തിൽ ഉൾപ്പെടുത്തൽ പ്രത്യേകം സുന്നത്താണ്. അത് ശ്രദ്ധയോടുകൂടി നാം നിർവഹിക്കണം. എല്ലാവരുടെ വീടുകളിലും ഈത്തപ്പഴം ഉണ്ടാകും. അത് ഉപയോഗപ്പെടുത്തിയാൽ ആ സുന്നത്ത് കൂടി ലഭിക്കുകയാണ്. ഇങ്ങനെ നന്മയെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മാസമാണല്ലോ. അതുകൊണ്ട് പരമാവധി നന്മകളുടെ പഴുതുകൾ നാം നോക്കി നന്മ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പിന്നെ നോമ്പുകാരനായി നാം ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പ്രത്യേകമായൊരു ദുആ ഉണ്ട്. ആ സമയത്ത് നാം തസ്ബീഹ് ചൊല്ലണം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞതും എന്നാൽ ഈ മീസാനാകുന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുതലും ആകുന്ന തസ്ബീഹാണ്. അത് കുറച്ച് നേരത്തെ തന്നെ നോമ്പ് തുറക്ക് തയ്യാറായിട്ട് പള്ളിയിൽ ചെല്ലുന്നവർ പള്ളിയിൽ നേരത്തെ പോയിരുന്ന് ആ തസ്ബീഹുകളൊക്കെ ചൊല്ലി അവിടുത്തെ ദുആയിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വന്തമായി നമുക്ക് ദുആ ചെയ്യാൻ മഹാന്മാർ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിയൽ മഗ്ഫിറ, അല്ലാഹുമ്മ ഗ്ഫിർലി യാ വാസിയൽ മഗ്ഫിറ എന്ന് പറയുന്ന ദുആ. അതോടൊപ്പം തന്നെ നമുക്ക് കഴിയുന്ന ദുആകളൊക്കെ ചെയ്യാം. അത് മറക്കരുത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നാം ചൊല്ലാൻ മറക്കരുത്. പെട്ടെന്ന് നാം ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബിസ്മി പോലും ചൊല്ലാതെ നോമ്പ് തുറക്കുന്നവരുണ്ട്. ആ നോമ്പ് തുറക്കുമ്പോൾ നാം മറക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തറതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു, നീ നൽകിയ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്നെന്ന് ആ നന്ദിയുടെ വാക്ക് ഒരു ദുആ ആയിട്ട് നാം പ്രദർശിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതേ സ്ഥാനത്ത് ഇത് ഈത്തപ്പഴം കഴിക്കുമ്പോഴോ നാം നോമ്പ് തുറക്കുമ്പോൾ ഇത് പറയേണ്ടത്. അതേസ്ഥാനത്ത് വെള്ളം കുടിച്ച ഒരാൾ നോമ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് പറയണം ദഹബല്ലമഹു വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലി എന്ന് പറയണം. എൻ്റെ നാഡി ഞരമ്പുകളൊക്കെ നനപ്പിച്ച റബ്ബിനാണ് എൻ്റെ ദാഹം പോയി, എൻ്റെ നാഡി ഞരമ്പുകളൊക്കെ നീ നനപ്പിച്ചു, എനിക്ക് കൂലി സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ടുള്ള ആ ഒരു വലിയ ദുആണ്. അതെപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലൽ നല്ലതാണ്. പ്രത്യേകിച്ച് റമളാനിൽ നോമ്പ് തുറക്കുമ്പോൾ എന്ന് തുടങ്ങിയ ദുആ, ഈ ദുആകളൊക്കെ നമുക്ക് വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളായ ഉലമാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് നമ്മൾ ചെല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ്? അതുകൊണ്ട് നമ്മളത് ശ്രദ്ധയോടെ വെള്ളം കുടിക്കുമ്പോൾ തിരക്കൊക്കെ മാറ്റി ദിക്റുകളൊക്കെ മനസ്സിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നാണ് റമളാനിലെ
പകലുകളിൽ 10 പ്രാവശ്യം വീതം ചൊല്ലൽ സുന്നത്തുള്ള പ്രത്യേകം പ്രതിഫലാർഹമായ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഞാൻ ഉണർത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വഹുവ ഹയ്യുൻ ദായിമുൻ ഖായിമുൻ ലാ യഫൂതു വലാ യമൂതു ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ഒരു ദുആ ഉണ്ട്. അത് റമളാനിലെ രാപ്പകലുകളിൽ 10 പ്രാവശ്യം നമ്മൾ ചൊല്ലൽ പ്രത്യേകം നല്ലതാണ്. അതുപോലെ തന്നെ റമളാനിൽ മുഴുവനായിട്ട് നാം വർദ്ധിപ്പിക്കേണ്ടത്, നബി തങ്ങൾ പറഞ്ഞു 3 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. അതിൽ ഒന്നാമത്തത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, മറ്റൊന്ന് സ്വർഗം ചോദിക്കണം, മറ്റൊന്ന് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ. അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നിന്നോട് നരകത്തെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. ഇങ്ങനെ ഇത് ചോദിക്കണമെന്ന് മുത്തുനബി പറഞ്ഞ ആ ദുആ നടപ്പിലും ഇരിപ്പിലും സ്ത്രീകൾ പാചകം ചെയ്യുമ്പോഴും മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ചൊല്ലേണ്ട സുന്നത്തുള്ള ദിക്റാണ്. ഇതാണ് റമളാനിൽ നാം കൂടുതൽ ചൊല്ലേണ്ടത്. അല്ലാഹു നമുക്ക് ഇസ്തിഗ്ഫാർ നൽകി, സ്വർഗം നൽകി, നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അവസാനത്തെ പത്തിൽ നമുക്കറിയാം അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദുആകളൊക്കെ നാം ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ റഹംനി എന്നുള്ളടത്ത് പല ആളുകളും അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മ റഹംനാ യാ റഹ്മാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. അതിൻ്റെ കാര്യമില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ ഹദീസുകളിൽ വന്ന അതേ രൂപത്തിൽ തന്നെ ചൊല്ലലാണ് ദുആകളൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ. പൊതുവേ നമ്മൾ ഈ ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും റഹ്മത്ത് ചെയ്യുന്ന പറഞ്ഞ ദുആ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായ രൂപം. ഇനി ഒരാൾ അല്ലാഹുമ്മ റഹംനാ എന്ന് ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ചിലർ 3-ാമത്തെ പ്രാവശ്യം അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ എന്ന് പറയാം. അങ്ങനെ പറയേണ്ടതില്ല. ഈ രീതിയിൽ തന്നെ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എല്ലാ സമയത്തും ചൊല്ലണം. നമസ്കാരശേഷം മാത്രമല്ല, കഴിയുന്ന സമയത്തൊക്കെ അല്ലാഹു എനിക്ക് റഹ്മത്ത് ചെയ്യണേ, അല്ലാഹു എനിക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന്. ഇന്നലെ ഞാൻ പത്രം വായിച്ചപ്പോൾ കണ്ടു, ഒരു അമ്മയെ ഒരു മകൻ കസേരയോടുകൂടി തന്നെ പുറത്തേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ ഉമ്മമാരോട്, ഉപ്പമാരോട്, കുടുംബാംഗങ്ങളോട്, സ്വന്തം പ്രസവിക്കപ്പെട്ട കുട്ടിയോട് ഉമ്മ അല്ലെങ്കിൽ അമ്മ കാരുണ്യം കാണിക്കാതെ, അയൽവാസികളോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്, വീട്ടുകാരോട് കാരുണ്യം കാണിക്കാതെ, കാരുണ്യമാകുന്ന പ്രതിഭാസം മനുഷ്യൻ്റെ ഹൃത്തലങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് അല്ലാഹു നമുക്കൊരു മാസം തരുന്ന 10 ദിവസം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീയാണ് റഹ്മത്ത് ചെയ്യുന്ന, എനിക്ക് നീ കാരുണ്യം നൽകണം. ജനങ്ങളോട്, മനുഷ്യരോട്, എല്ലാവരോടും കാരുണ്യം കാണിക്കാനുള്ള ഒരു മനസ്ഥിതി എനിക്ക് നൽകണം. ആരോട് കാരുണ്യം കാണിച്ചാലും നിന്റെ കാരുണ്യമാണ് വലുത്. നീ കാരുണ്യവാനാണ്, എന്നോട് നീ കാരുണ്യം കാണിക്കണം. അപ്പല്ല പറഞ്ഞു, റഹമൂമൻ ഫിൽ അർദി റഹമകും ഫിസ് സമാഉ, ഭൂമിയിലുള്ള ജീവജാലങ്ങളോട്, ജന്തുക്കളോട്, മനുഷ്യരോട്, ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ, ചേതന വസ്തുക്കളാവട്ടെ അചേതന വസ്തുക്കളാവട്ടെ, അവരോടൊക്കെ നീ കാരുണ്യം കാണിച്ചാൽ അല്ലാഹു നിനക്ക് കാരുണ്യം കാണിക്കും. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മ കാരുണ്യവാനായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി അതേ ആ ദുആകളും ദിക്റുകളൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, ഇത് നമ്മൾ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള ദുആ ആണ്. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ ബറക്കത്താക്കപ്പെട്ട മാസം ഇതെനിക്ക് നല്ല രൂപത്തിൽ സാക്ഷിയാകണേ, കേടായ രൂപത്തിൽ സാക്ഷിയാക്കല്ല അല്ലാഹ്. വജൽ ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ, ഇതെനിക്ക് സാക്ഷിയായി, എനിക്ക് തെളിവായി ഈ
മാസം നീ ആക്കി തരണേ അല്ലാഹ്. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذتنا من الديون والمظالم والنار. നരകത്തിന്റെ അക്രമത്തിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് എൻ്റെ പെരടി, അതുപോലെ തന്നെ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മശായിഖന്മാർ, എൻ്റെ വീട്ടുകാർ, ഞാനുമായി ബന്ധപ്പെട്ടവരെ നീ മോചനം നൽകണേ എന്നുള്ള ദുആ ആണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു യഥാർത്ഥ നോമ്പുകാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യഥാർത്ഥ യഥാർത്ഥ നിസ്കാരക്കാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യഥാർത്ഥ നിസ്കാരക്കാരാവുന്ന റുക്കൂ ചെയ്യുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്നൊക്കെ മഹത്തുക്കൾ ദുആ പറഞ്ഞത് കാണാം. അതുപോലെ റമദാനിൽ ഓരോ ദിവസവും ഓരോ ദുആ പറഞ്ഞത് കാണാം. ഈ ദുആകളും ദിക്റുകളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ അത് നിർവഹിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. തറാവീഹ് സുന്നത്ത് നിസ്കാരം 20 റക്അത്താണെങ്കിലും 2 റക്അത്ത് വീതമാണ് നിസ്കരിക്കേണ്ടത്. തറാവീഹ് റക്അത്തൈനി എന്നാണ്, 20 റക്അത്തല്ല. 20 റക്അത്ത് എന്ന് പറയരുത്. 20 റക്അത്ത് ഒരുമിച്ച് നെയ്യത്തില്ല. 2 റക്അത്ത് വീതം നെയ്യത്ത് വെച്ച് തറാവീഹ് നിസ്കരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞാൽ ഉള്ള സ്വലാത്തുകളൊക്കെ നമ്മൾ ഉറക്കെ ചെല്ലേണ്ടത് ഉറക്കെ ചെല്ലണം. പള്ളിയിൽ ചിലവര് മാത്രം ചെല്ലരുത്, നമ്മളും ചെല്ലണം. ദുആകളല്ലേ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത പോലെയുള്ള ദുആകൾ വരുമ്പോൾ അതും നമ്മളുള്ളൂ, അതിലൊക്കെ നമ്മൾ കൂടണം. ആ തറാവീഹ് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കണം. സുബഹിക്ക് മുമ്പായിട്ട്, അതേ മഗ്രിബ് ഇശാ കഴിഞ്ഞ് സുബഹിക്ക് മുമ്പായിട്ടാണ് അതിൻ്റെ സമയം. ഇനി ഒരു ദിവസം ഒരാൾക്ക് ഖളാ ആയാൽ പിറ്റേ ദിവസം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമായതുകൊണ്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ തറാവീഹ് ഖളാ വീട്ടിൽ നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. രാവിലെ വേണമെങ്കിൽ നിസ്കരിക്കാം. ഇന്നലെ ഞാൻ നിസ്കരിച്ചില്ല, അത് ഖളാ ആയി നിസ്കരിക്കാം. അതിനും പ്രതിഫലമുണ്ട്. നാം അതൊന്നും ഒഴിവാക്കരുത്. സമയം കിട്ടിയില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് പിറ്റേ ദിവസത്തെ ഖളാ വിട്ടാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തറാവീഹിന് ശേഷമുള്ള ഒരു മഹത്തായ ഒരു ദുആ ഉണ്ട്. ആ ദുആ നമ്മൾ പഠിച്ചിരിക്കണം, അതിൻ്റെ അർത്ഥം പഠിച്ചിരിക്കണം. اللهم إنا لك في كل ليلة من ليالي شهر رمضان والتقاء وتلقاء وخلصاء وأمناء من النار. എല്ലാ റമളാനിലും റബ്ബേ നീ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഓരോ റമളാനിലും ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആ സമയത്ത് എന്നെ നിർഭയനാക്കി, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച്, എന്നെ നരകത്തിൽ നിന്ന് തൊലാക്ക് ചൊല്ലി അതേ നരകമോചിതരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മിനസ്സുഅദാഇൽ മഖ്ബൂലീൻ, വിജയിച്ചവരും സ്വീകരിച്ചവരുമായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് 3 പ്രാവശ്യം അല്ലാഹനെ വിളിച്ചിട്ട് മിനസ്സുഅദാഇൽ മഖ്ബൂലീൻ, വിജയിച്ചവരെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. ഏത് നിസ്കാര ശേഷവും എല്ലാ സമയത്തും മനസ്സുരുകിയിട്ട് ഈ ദുആ അത് മാത്രമായിട്ട് പറയും നല്ലതാണ്. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. അല്ലാഹുവേ, വിജയിച്ചവരിൽ സ്വീകരിക്കപ്പെട്ടവരിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് അതേ പരാജയപ്പെട്ട, അതേ തള്ളപ്പെട്ട ആളുകളിൽ എന്നെ പെടുത്തല്ലേ അല്ലാഹ് എന്ന ഏറ്റവും മഹത്തായ ദുആണ്. ഇത് മാത്രമായിട്ട് നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ തറാവിന് ശേഷമുള്ള ദുആ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വതഖശ്ശുഅനാ വതളറുഅനാ
ضمن تقصيرنا واستجب دعانا. എൻ്റെ എല്ലാ വിത്തുറും എൻ്റെ നിസ്കാരങ്ങളും എൻ്റെ ഖുശൂഉം ഞാൻ വഴങ്ങുന്നതും വണങ്ങുന്നതും അതുപോലെ തന്നെ എൻ്റെ ഭയഭക്തിയും എൻ്റെ നിസ്കാരം നോമ്പ് തതക്ക എല്ലാം എന്നിൽ നിന്ന് കബൂലാക്കണേ, സ്വീകരിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം 3 റക്അത്താണ്. ചില ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ മടിക്കുന്നവരുണ്ട്. ജമാഅത്ത് റമദാനിൽ മാത്രം സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ. അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി രാത്രി ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്റാവണം എന്നുള്ള നിലക്ക് എപ്പോഴും വിത്ർ നിസ്കരിച്ച് പോരുന്ന ആളുകളുണ്ട്. അവർ രാത്രി അവസാന സമയത്ത് തഹജ്ജുദ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും മതി. അല്ലാഹു നിനക്ക് തൗഫീഖ് നൽകട്ടെ. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നിങ്ങനെ 2 പ്രാവശ്യം പതുക്കെ പറഞ്ഞിട്ട് 3ാമത്തെ ഉറക്കെ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ഉറക്കെ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് വലിയൊരു ദുആ ഉണ്ട്. ആ ദുആ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. പള്ളിയിലെ ഇമാമിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം. اللهم إنا نعوذ برضاك من سخطك وأعوذ بك من عافاتك من عقوبتك وأعوذ بك منك لا نحصي ثناء عليك أنت كما أثنيت على نفسك എന്ന് തുടങ്ങുന്നു. നിന്റെ തൃപ്തിയാണ്, നിന്റെ കോപത്തിൽ നിന്നൊക്കെ ഞാൻ കാവൽ ചോദിക്കുന്നു. നീ എനിക്ക് മഗ്ഫിറത്ത് നൽകാതിരിക്കുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. അങ്ങനെ റഹ്മാനായ റബ്ബിൽ നിന്ന് ഓരോ വിഷയത്തിലും കാവൽ ചോദിക്കുന്ന ദുആണ്. നല്ല ദുആണ്. ആ ദുആവും നാം വിത്റിന് ശേഷമുള്ള ദുആവും ചെയ്യുന്നു. ഇങ്ങനെ പരിശുദ്ധ റമദാൻ സമ്പന്നമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായി നാം ഖബറിനെ ഓർക്കണം റമദാനിൽ. അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് ഖബറിൽ കിടക്കുന്നത് പോലെ, സുബഹിയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിൽ കിടക്കുന്നത് പോലെ, ഖബറിൽ കിടക്കുന്നത് പോലെ വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമായിട്ട് അതേ പടിഞ്ഞാർക്ക് തിരിഞ്ഞ് മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്കാക്കി കിബിലയുടെ ഭാഗത്തേക്കായി പള്ളിയിലാണെങ്കിൽ എളുപ്പം കിടക്കാൻ സാധിക്കും. അങ്ങനെ ഖബറിൽ കിടക്കുന്നത് പോലെ കിടന്നിട്ട് ആ ഖബറിലേ ആണ് ഞാൻ കിടക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ اللهم رب جبريل وميكائيل وإسرافيل عزرائيل أجرني من النار എന്ന് 3 പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. അല്ലാഹുവേ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും ഇസ്രായീലിന്റെയും റബ്ബാവുന്ന റബ്ബേ, എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഇങ്ങനെ ഖബറിൽ കിടക്കുന്നത് പോലെ കിടന്നിട്ട് ഈ കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കല് സുബഹി നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിലും കിടക്കല് സുന്നത്തുണ്ട്. ഇത് നമുക്ക് നല്ല മൈൻഡ് ഉണ്ടാകാൻ, അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ, ഖബറിനെ കുറിച്ച് ഓർക്കാൻ നല്ലതാണ്. അള്ളാഹു ഈ ദിക്റുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ ടോക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.